നടിയെ ആക്രമിച്ച കേസിലെ ഗൂഢാലോചനയിൽ അറസ്റ്റിലായ നടൻ ദിലീപിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ദിലീപിനെ ആലുവ സബ് ജയിലിലേക്ക് മാറ്റി. ദിലീപിനെതിരെ 19 തെളിവുകൾ പോലീസ് ഹാജരാക്കി. രാവിലെ 6:15 പോലീസ് ക്ലബ്ബിൽ നിന്നും ദിലീപിനെ അങ്കമാലിക്കടുത്തുള്ള മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. 6:45 ദിലീപിനെ മജിസ്ട്രേറ്റിന്റെ വീട്ടിലെത്തിച്ചു. മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ദിലീപിനെ കൊണ്ടുവന്നപ്പോൾ വലിയ ജനക്കൂട്ടം വീടിന് മുന്നിൽ തടിച്ചുകൂടിയിരുന്നു. ദിലീപിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും കൂവി വിളിക്കുകയും ചെയ്തു. മജിസ്ട്രേറ്റിന്റെ വീടിനുള്ളിൽ ദിലീപിനെ പ്രവേശിപ്പിച്ചതിന് ശേഷം കോടതി നടപടികൾ അരമണിക്കൂറാണ് നീണ്ടുനിന്നത്. 14 ദിവസത്തേക്ക് ദിലീപിനെ റിമാൻഡ് ചെയ്യുകയായിരുന്നു ആലുവ മജിസ്ട്രേറ്റ് കോടതി. ദിലീപിനെ കസ്റ്റഡിയിൽ വേണമെന്ന പോലീസിന്റെ അപേക്ഷ പിന്നീട് കോടതി പരിഗണിക്കും. ദിലീപിന് വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് രാംകുമാറാണ്. ദിലീപിനെതിരെ വ്യാജ തെളിവുകളാണ് പോലീസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് രാംകുമാർ വാദിച്ചു. ജാമ്യാപേക്ഷയും കോടതിയിൽ നൽകിയിട്ടുണ്ട്. നാളെയാണ് ദിലീപിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുക. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത ദിലീപിനെ അങ്കമാലിയിൽ നിന്നും ആലുവയിലെ സബ് ജയിലിലേക്ക് കൊണ്ടുവന്നു. സബ് ജയിലിന് മുന്നിലും ജനങ്ങൾ കൂവി വിളിക്കുകയായിരുന്നു. വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന മുദ്രാവാക്യവുമായാണ് ജനങ്ങൾ സബ് ജയിലിന് മുന്നിൽ തടിച്ചുകൂടിയത്. ആലുവക്കാർക്ക് നാണക്കേടാണ് ദിലീപ് എന്നും മുദ്രാവാക്യം വിളിക്കുകയുണ്ടായി. ദിലീപിന് ജയിലിൽ പ്രത്യേക സൗകര്യങ്ങൾ ഉണ്ടായിരിക്കില്ല, എന്നാൽ പ്രത്യേകമായി പാർപ്പിക്കണം എന്ന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന് കാരണം ജയിലിൽ ആക്രമണ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ്. നാളെയാണ് ദിലീപിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ പോകുന്നത്. റിമാൻഡ് റിപ്പോർട്ട് കോടതിയിൽ നൽകിയിട്ടുണ്ട് പോലീസ്. കൂടുതൽ വിവരങ്ങളുമായി MS ലിഷോയ്, ജെയിനസ് രാജു, ബിനിൽ, റിബിൻ രാജു, രാഗിൻ എന്നിവർ ചേരുകയാണ്. ആദ്യം ലിഷോയിലേക്ക്. ലിഷോയ്, എന്തെല്ലാം കാര്യങ്ങൾ കോടതിയിൽ, ആദ്യം ജയിലിലേക്ക്. ജെയിൻ, ആലുവ സബ് ജയിലിന് മുന്നിലെ കാഴ്ച എന്തായിരുന്നു? ആലുവ സബ് ജയിലിലേക്ക് ദിലീപിനെ കൊണ്ടുവരുന്നു എന്ന വിവരം അറിഞ്ഞപ്പോൾ തന്നെ ധാരാളം ആളുകൾ സബ് ജയിലിന് മുന്നിൽ എത്തിയിരുന്നു. മഞ്ജുഷ്, ഒരു 7:30യോടെയാണ് ദിലീപിനെ ആലുവ സബ് ജയിലിലേക്ക് കൊണ്ടുവരുന്നത്. അങ്കമാലി കോടതിയിലെ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ദിലീപിനെ ആലുവ സബ് ജയിലിലേക്ക് എത്തിക്കും എന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഈ പ്രദേശത്തേക്ക് ആളുകൾ വരാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് മുൻകരുതൽ സ്വീകരിച്ചിരുന്നു. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ റോഡിലേക്ക് മറ്റുള്ള ആളുകളെ ആരെയും പ്രവേശിപ്പിച്ചിരുന്നില്ല. മാധ്യമപ്രവർത്തകരെ മാത്രമാണ് ഈ ഭാഗത്തേക്ക് കടത്തിവിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഈ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. എങ്കിലും ഈ സമീപത്ത് കാണുന്ന ഗ്രൗണ്ടിന്റെ ഭാഗത്തുകൂടിയോ മറ്റും ആളുകൾ ഈ ജയിലിന് മുന്നിലേക്ക് എത്തിയിരുന്നു. അവരുടെ ഭാഗത്തു നിന്നാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ദിലീപിനെതിരെ ഉയർന്നത്. വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ജയിലിന് മുന്നിൽ ദിലീപിനെ നാട്ടുകാർ സ്വീകരിച്ചത്. പ്രത്യേകിച്ച് ആലുവക്കാരൻ കൂടിയാണ് ദിലീപ്. ദിലീപിന്റെ നാട്ടുകാർ തന്നെ ദിലീപിനെതിരെ ശക്തമായ പ്രതിഷേധം ഉന്നയിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ജയിലിന് മുന്നിൽ കണ്ടത്. വളരെ പെട്ടെന്ന് തന്നെ ജയിൽ നടപടികൾ പൂർത്തിയാക്കി. പ്രത്യേകിച്ച് നേരത്തെ തന്നെ ദിലീപിനെ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷം ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ദിലീപിനെ ജയിലിന് ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. ജയിലിലെ നടപടികളെല്ലാം പൂർത്തിയാക്കി അല്പസമയം മുമ്പാണ് ഉദ്യോഗസ്ഥർ പുറത്തേക്ക് എത്തിയത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിലീപിന് പ്രത്യേക സെല്ല് അനുവദിക്കണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ ഈ ഘട്ടത്തിൽ ഈ ആവശ്യങ്ങളൊന്നും അംഗീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ജെയിൻ, കോടതി പറഞ്ഞത് ദിലീപിനെ പ്രത്യേകമായി പാർപ്പിക്കണമെന്നാണ്. പ്രത്യേകമായി ദിലീപിനെ പാർപ്പിക്കണം എന്ന് ഉത്തരവിൽ തന്നെ കോടതി പറയുന്നുണ്ട്. ഇതിന് കാരണം ആക്രമണ സാധ്യതയാണ്. എന്നാൽ ദിലീപിന് സാധാരണ തടവുകാരുടെ സൗകര്യം മാത്രമേ നൽകാവൂ എന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണോ? തീർച്ചയായിട്ടും ഏതെങ്കിലും രീതിയിലുള്ള ഒരു സൗകര്യങ്ങൾ, അധിക സൗകര്യം, സാധാരണ ഒരു റിമാൻഡ് പ്രതിക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ മാത്രമേ നൽകാവൂ എന്ന നിർദ്ദേശം തന്നെയാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് നൽകിയിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞത് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉന്നയിക്കുക അല്ലെങ്കിൽ പ്രത്യേക സെല്ലിൽ താമസിപ്പിക്കണോ എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളൊന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നൽകിയിട്ടില്ല. എന്നാൽ ഇക്കാര്യത്തിൽ ജയിൽ അധികൃതരാണ്
നടപടികൾ സ്വീകരിക്കേണ്ടത്? പ്രത്യേക സെല്ല് അനുവദിക്കണമോ അല്ലെങ്കിൽ മറ്റ് തടവുകാർക്കൊപ്പമാണോ ദിലീപിനെ പാർപ്പിക്കേണ്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ടത് ജയിൽ അധികൃതരാണ്. വരും മണിക്കൂറുകളിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുക. എന്തായാലും ഈ ഘട്ടത്തിൽ അങ്ങനെ പ്രത്യേക സെല്ല് അനുവദിച്ചിട്ടില്ലെന്നും മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾ അനുവദിച്ചിട്ടില്ല എന്നുമാണ് ജയിലിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ദിലീപിനെ ജയിലിൽ എത്തിച്ച ആലുവ ഡിവൈഎസ്പി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ദിലീപിന്റെ ജാമ്യാപേക്ഷ നാളെ കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട് എന്ന കാര്യവും അന്വേഷണ സംഘത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി. ഇതുമായി ബന്ധപ്പെട്ട നടപടികളും പ്രതിഭാഗം അഭിഭാഷകന്റെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കസ്റ്റഡി അപേക്ഷയും ഉടനെ തന്നെ പോലീസ് സമർപ്പിക്കും. ഇതുമായി ബന്ധപ്പെട്ട നടപടികളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും വലിയ പ്രതിഷേധമാണ് ആലുവ സബ് ജയിലിന് മുന്നിൽ ദിലീപിനെതിരെ ഉയർന്നത്. പ്രത്യേകിച്ച് ശരി, ജെയിനിസ് രാജുവാണ് ആലുവ സബ് ജയിലിന് മുന്നിലെ വിവരങ്ങൾ നൽകിയത്. ദിലീപിനെ അല്പം മുമ്പാണ് ആലുവ സബ് ജയിലിൽ അടച്ചത്. 14 ദിവസത്തേക്കാണ് ദിലീപിനെ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ആലുവ സബ് ജയിലിൽ ദിലീപിനെ എത്തിച്ചു. പ്രത്യേക സൗകര്യം എന്തായാലും ദിലീപിന് ജയിലിൽ ഉണ്ടാവുകയില്ല. നാളെയാണ് ദിലീപിന്റെ ജാമ്യാപേക്ഷ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കാൻ പോകുന്നത്. അഡ്വക്കേറ്റ് രാംകുമാർ ഇന്ന് തന്നെ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. MS ലിഷോയ് ചേരുകയാണ് കോടതിയുടെ നടപടിക്രമങ്ങളിലേക്ക്. ലിഷോയ്, ഏതാണ്ട് 6:45 അങ്കമാലിയിലെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ദിലീപിനെ എത്തിച്ചിരുന്നുവല്ലോ. അവിടുത്തെ കാഴ്ച എന്തായിരുന്നു? രാവിലെ മുതൽ തന്നെ ആളുകൾ കൂട്ടം കൂടി നിന്നിരുന്നു മജിസ്ട്രേറ്റിന്റെ വീടിന് മുന്നിൽ. ഈ തിരക്കും ബഹളവും ഒഴിവാക്കുന്നതിന് വേണ്ടിയായിരുന്നുവല്ലോ പുലർച്ചെ തന്നെ ദിലീപിനെ കോടതിയിലേക്ക് കൊണ്ടുവന്നത്. തീർച്ചയായും മഞ്ജുഷ്, നമുക്ക് കഴിഞ്ഞ ദിവസം രാത്രി കാണാൻ സാധിച്ചതിനേക്കാൾ ആ ഒരു സാഹചര്യം തന്നെയായിരുന്നു അങ്കമാലിയിൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിനു മുന്നിലും നമുക്ക് കാണാൻ സാധിച്ചത്. ഞാനൊന്ന് ഇടപെടുകയാണ്. ഏറ്റവും പുതിയ മറ്റൊരു വിവരമുണ്ട്, അതുമായിട്ട് രാഗിൻ ചേരുകയാണ്. രാഗിൻ, ഇപ്പോൾ ലക്ഷ്യയിൽ, അതായത് കാവ്യ മാധവന്റെ വസ്ത്രശാലയിൽ പൾസർ സുനി വന്നിരുന്നു എന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയെന്നാണല്ലോ വിവരം. ഇക്കാര്യം പോലീസ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിലാണോ പറഞ്ഞിട്ടുള്ളത്? ദിലീപിന്റെ അറസ്റ്റിലേക്ക് നയിച്ച നിർണായക വിവരമായിരുന്നു പോലീസിന് കിട്ടിയിരുന്നത്. കാവ്യ മാധവന്റെ വസ്ത്രശാലയായ ലക്ഷ്യയിൽ പൾസർ സുനി വന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിരുന്നു. ഇത് പരിശോധിച്ചപ്പോഴാണ് പൾസർ സുനിയാണ് ലക്ഷ്യയിൽ എത്തിയത് എന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞത്. ദിലീപിന്റെ അറസ്റ്റിലേക്ക് നയിച്ച നിർണായകമായ ദൃശ്യങ്ങളായിരുന്നു ഇവ. ഇതിന്റെ വിവരങ്ങളുമായി രാഗിൻ അല്പസമയത്തിനുള്ളിൽ തന്നെ ചേരും. രാഗിൻ, കേൾക്കാമോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? റിമാൻഡ് റിപ്പോർട്ടിലാണോ പോലീസ് ഈ വിവരങ്ങൾ പറഞ്ഞിട്ടുള്ളത്? തീർച്ചയായും, അതായത് കാവ്യമാധവന്റെ കാക്കനാട്ടെ സ്ഥാപനത്തിൽ പോലീസ് നേരത്തെ പരിശോധനകൾ നടത്തിയിരുന്നു. ഇതിൽ പൾസർ സുനി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് താൻ ഈ സംഭവത്തിന് ശേഷം ദൃശ്യങ്ങൾ അവിടെ നൽകി എന്നാണ് പറയുന്നത്. എന്തായാലും പോലീസിന് അവിടെ നടത്തിയ പരിശോധനയിൽ CCTV ദൃശ്യങ്ങൾ കണ്ടെടുക്കാൻ സാധിച്ചിരിക്കുന്നു. അത് തൊട്ടടുത്ത സമീപത്തെ കടയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. പൾസർ സുനി ഈ ലക്ഷ്യ എന്ന് പറയുന്ന കാവ്യമാധവന്റെ സ്ഥാപനത്തിൽ എത്തുന്ന ദൃശ്യങ്ങൾ പോലീസിനെ കണ്ടെടുക്കാൻ കഴിഞ്ഞു. അവിടെ നിന്ന് പണം നൽകിയതുമായി ബന്ധപ്പെട്ട തെളിവുകളും പോലീസിന് ലഭിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസ് ഇത് റിമാൻഡ് റിപ്പോർട്ടിലടക്കം സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. എന്നാലും പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നത്. ഈ CCTV ദൃശ്യങ്ങൾ ഇതിൽ വളരെ നിർണായകമായിരുന്നു. പൾസർ സുനി ഈ കത്ത് അയച്ചപ്പോൾ കത്തിൽ 2 സ്ഥലത്ത് കാക്കനാടിന്റെ ഷോപ്പിനെ പറ്റി പറയുന്നുണ്ട്. അത് പോലീസിന് തിരിച്ചറിവായി. കൂടാതെ ഈ ഓഡിയോ ക്ലിപ്പിൽ, അതായത് ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെ വിളിച്ച ഓഡിയോ ക്ലിപ്പിൽ ഈ പൾസർ സുനി ഏറ്റവും ഒടുവിൽ പറയുന്നുണ്ട് കാക്കനാട്ടെ സ്ഥാപനത്തെ പറ്റി. ഈ 2 കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് പോലീസ് പരിശോധന നടത്തിയത്. കൂടാതെ അതായത് പൾസർ സുനി ലക്ഷ്യയിൽ എത്തിയത് മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ നൽകാനാണ്. ഇക്കാര്യം പോലീസ് സ്ഥിരീകരിക്കുകയായിരുന്നില്ലേ ഈ ദൃശ്യങ്ങളിലൂടെ? മഞ്ജുഷ്, തീർച്ചയായും. അതായത് ആദ്യം ഈ കത്തിലാണ് ഈ കാക്കനാടിന്റെ ഷോപ്പിനെ പറ്റി പറയുന്നത്. തുടർന്ന് ഓഡിയോ ക്ലിപ്പിലും ഈ കാക്കനാട്ടെ കടയെ പറ്റി പറയുന്നുണ്ട്. കൂടാതെ പൾസർ സുനി ഏറ്റവും ഒടുവിൽ നൽകിയ മൊഴി, അതായത് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ഏറ്റവും ഒടുവിൽ പോലീസ് ഇത് സംബന്ധിച്ചുള്ള മൊഴി രേഖപ്പെടുത്തി. ആ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ പൾസർ സുനി പറഞ്ഞത് താൻ ഈ ദൃശ്യങ്ങൾ പകർത്തി മറ്റൊരു മെമ്മറി കാർഡിൽ സൂക്ഷിച്ചിരുന്നു. ആ മെമ്മറി കാർഡ് ലക്ഷ്യ എന്ന സ്ഥാപനത്തിൽ എത്തിച്ചിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ഈ
കാര്യം തേടിയാണ് പോലീസ് കാവ്യമാധവന്റെ ലക്ഷ്യ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ എത്തിയത്, പരിശോധന നടത്തിയത്. തുടർന്ന് പിറ്റേ ദിവസം 2 തവണ തമ്മനത്തെ അവരുടെ വീട്ടിലും എത്തിയിരുന്നു. ഈ 2 തവണയും അവർ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇതടക്കം ദിലീപിലേക്ക് വിരൽ ചൂണ്ടുന്ന തെളിവുകൾ ലഭ്യമായിരുന്നു. ഈ ദൃശ്യങ്ങളടക്കം ലഭിച്ചതോടുകൂടി ഏറ്റവും ഒടുവിൽ പൾസർ സുനി പറയുന്നത് വസ്തുതയാണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയായിരുന്നു. ആദ്യം ഇത്തരം സൂചനകളൊന്നും തന്നെ പൾസർ സുനി പറഞ്ഞിരുന്നില്ല. അതിനുശേഷമാണ് ഈ ഫോൺ വിളിക്കുന്നതും തുടർന്ന് എല്ലാ കാര്യങ്ങളും ആദ്യം തൊട്ട് അവസാനം വരെ നടന്ന മുഴുവൻ കാര്യങ്ങളും പൾസർ സുനി പോലീസിനോട് പറയുകയായിരുന്നു. അതിൽ പറയുന്നതാണ് ഏറ്റവും ഒടുവിൽ മെമ്മറി കാർഡിന്റെ കാര്യം. കത്തിലോ അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പിലോ മെമ്മറി കാർഡിന്റെ കാര്യം പറയുന്നില്ല. മറിച്ച് ഏറ്റവും ഒടുവിൽ പോലീസ് നൽകിയ മൊഴിയിൽ ഇക്കാര്യം പറയുന്നുണ്ട് പൾസർ സുനി. എന്തായാലും അവിടെ എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ശരി രാഗി, ഞാനൊന്ന് ഇടപെടുകയാണ്. എന്തായാലും കാവ്യമാധവന്റെ വസ്ത്രശാലയിൽ പൾസർ സുനി വന്ന ദൃശ്യങ്ങളാണ് പോലീസിനെ അറസ്റ്റിലേക്ക് നയിക്കുവാനുള്ള പ്രധാനമായ തെളിവായി വന്നത്. ഒടുവിൽ ഇപ്പോൾ ബിനിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ബിനിൽ, കോടതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ പോലീസ് ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ പുരോഗതിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്? പോലീസ് നൽകിയ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇതിനകം വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്? എന്തെല്ലാം തെളിവുകളുണ്ട്? ഇനി എന്തെല്ലാം തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്? ലിഷോയ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ലിഷോ, ഇത്തരത്തിലുള്ള വിവരങ്ങൾ ലിഷോയ്ക്ക് കിട്ടിയിട്ടുണ്ടോ? കോടതിയിൽ ലിഷോയ് ഉണ്ടായിരുന്നതാണല്ലോ, പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നില്ലേ?